എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ക്രിസ്ത്യൻ മനസ്സമ്മതത്തിന് പോകുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്ത്യൻ വെഡ്ഡിങ്ങും അതിൻ്റെ ഫംഗ്ഷൻസൊക്കെ. ഞാൻ പണ്ട് എപ്പോഴും പറയാൻ എനിക്കൊരു ക്രിസ്ത്യൻ മാരേജ് വേണം എന്നൊക്കെ, ബിക്കോസ് എനിക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം നടക്കണ എവിടെയെന്ന് വെച്ചാൽ എറണാകുളത്താണ്. ഞങ്ങൾ തലേ ദിവസം തന്നെ രാത്രി എല്ലാവരും പോകുന്നു. അക്ഷയൻ്റെ വീട്ടിൽ വന്ന് തൃശ്ശൂർ വന്ന് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് ഈ പ്രോഗ്രാമിന് പോകുന്നത്. നമ്മുടെ കൂടെയുള്ള ജോയലിൻ്റെ ചേച്ചി, അതായത് ഡോക്ടറാണ് ആൾ, കല്യാണം കഴിക്കാൻ പോകുന്ന ആളും ഡോക്ടറാണ്. അപ്പോൾ ജോയലിൻ്റെ ചേച്ചീൻ്റെ ഫംഗ്ഷനാണിത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തേണ്ട സമയം എന്ന് വെച്ചാൽ പരിപാടി തുടങ്ങുന്നത് വെച്ചാൽ ഒരു 11 o'clock 12 o'clock ഒക്കെ ആയിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി. കാരണം നമ്മുടെ നാട്ടിലെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ, ഐ മീൻ ഹിന്ദുസിൻ്റെ വെഡ്ഡിങ്സ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു 1 o'clock മുന്നേ എല്ലാ പ്രോഗ്രാമും കഴിയും, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റായിട്ട് എനിക്ക് തോന്നി. എനിക്കറിയില്ല കേട്ടോ, ഞാൻ എല്ലായിടത്തും ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇവരുടെ മാത്രം ഇങ്ങനെയാണോ എന്നറിയില്ല. പക്ഷേ അതൊക്കെ ഞങ്ങൾ വിചാരിച്ചു ആ സമയത്താണോ, കാരണം ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ലേറ്റായി പോയി എന്നൊക്കെയാണ്. പക്ഷേ അപ്പോഴത്തേക്ക് ജോയിൽ പറഞ്ഞില്ലേ, നിങ്ങൾ കറക്റ്റ് സമയത്താണ് വരുന്ന പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് നല്ല ഭംഗിയുണ്ടായിട്ടോ, പള്ളി കാണാൻ വേണ്ടി ചർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായി. ചെന്നപ്പോൾ തന്നെ ജോയൽ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു വെൽക്കം ചെയ്യാനായിട്ട്. ഭയങ്കര സൂപ്പർ ഡ്രസ്സിലൊക്കെ. പെണ്ണിൻ്റെ അനിയൻ. എന്നെ കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ചേച്ചിയുടെ ചാനൽ. സോ ഹിയർ കംസ് അവർ ഗ്രൂം ആൻഡ് ബ്രൈഡ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ചേച്ചീൻ്റെ ഡ്രസ്സും, കാണാനൊക്കെ നല്ല രസമുണ്ടായിട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് ഇവരുടെ ഫംഗ്ഷൻസൊക്കെ ഒന്ന് കണ്ടു എങ്ങനെയാണെന്ന്. കാരണം ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടൊക്കെ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഈ ചർച്ചിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ എന്തോ മാലാകന്മാരോ എന്തൊക്കെയോ മുകളിൽ ഇങ്ങനെ കണ്ടു ടോപ്പിൽ. ഞാൻ കുറേ ചർച്ചിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊരു ഡിസൈനൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ചർച്ചിൽ വെച്ചിട്ട് അവരുടെ ക്ലോസ് റിലേറ്റീവ്സും മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് മനസ്സമ്മതം എന്താ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു ഹോളിൽ വെച്ചിട്ടായിരുന്നു ബാക്കി ഫംഗ്ഷൻസൊക്കെ, അതായത് എല്ലാവരുടെ ബാക്കി ഫ്രണ്ട്സും എല്ലാവരും വരുന്ന ഫംഗ്ഷൻ അവിടെ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ കുറേ വെറൈറ്റി ടീൻ്റെ കണ്ടു. അതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കില്ല. പിന്നെ കുറേ ഇതൊക്കെ ഭയങ്കര കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പൈനാപ്പിളാണ് എടുത്തത്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ സ്റ്റേജിൽ ഡെക്കറേഷൻസ് എന്ന് പറയുകയെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ നമ്മളും കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഈ ഒരു സ്പേസ് അതെനിക്ക് ഒട്ടും പറയാതിരിക്കാൻ വയ്യ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സ്പേസ്. ഫുഡ് കഴിക്കുന്ന ഒരു ഡൈനിങ് ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അത്രയും സൂപ്പർ ഫുഡ്. ഒരുപാട് ഫുഡ്, വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ട്. ഞാൻ കമ്പാരിറ്റീവ്ലി കഴിക്കുന്നതിനേക്കാളും കുറച്ചാണ് കഴിച്ചത്. കാരണം ഞാൻ അത്രയും ദിവസം ഡയറ്റ് ചെയ്തിട്ട് എനിക്ക് എന്തോ കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ കഴിച്ചത് ഫുള്ള് ഞാൻ ആസ്വദിച്ചാണ് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും ഉണ്ടായി, അത് ഞങ്ങൾ കുറച്ചെടുത്തു. അങ്ങനെ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞൊരു 3:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് ഇന്ന് തന്നെ മംഗലാപുരത്തേക്ക് തിരിച്ചു പോകണം. ബിക്കോസ് എനിക്കൊരു വളരെ ബിസി ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ട് നമ്മൾ അന്ന് തന്നെ തിരിച്ച് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് വന്നത്. അപ്പം നമ്മളിതാ തിരിച്ചു പോവാണ്. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.